സമയത്തിന്റെ ചക്രങ്ങൾ നിലച്ചതുപോലെ സ്തംഭിച്ചു നിൽക്കുന്ന ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ലോക വ്യാപാര ഭൂപടത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടി നേരിടുന്നത് ഇന്ത്യയിലെ കർഷകരും വ്യാപാരികളുമാണ് എന്ന വസ്തുത നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇറാനിലെ സാമ്പത്തിക ഷോക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 2000 കോടി രൂപയുടെ ബസുമതി അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ വഴിയിലാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ അടുക്കളയിലെ അരിവിലയെയും കർഷകന്റെ അധ്വാനത്തെയും ബാധിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ നിലവിലെ സാഹചര്യം, അത് ഇന്ത്യൻ കയറ്റുമതി മേഖലയെ ഏൽപ്പിച്ച ആഘാതം, ഇതിനു പിന്നിലെ ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം ഇറാനിൽ ഏൽപ്പിച്ച ഏറ്റവും വലിയ ആഘാതം അവരുടെ കറൻസിയായ ഇറാനിയൻ റിയാലിൻ്റെ മൂല്യത്തകർച്ചയാണ്. ചരിത്രത്തിലില്ലാത്ത വിധം മൂല്യം ഇടിഞ്ഞതോടെ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് നൽകി വന്നിരുന്ന സബ്സിഡി നിർത്തലാക്കാൻ ഇറാൻ സർക്കാർ നിർബന്ധിതരായി. ഇത് നേരിട്ട് ബാധിച്ചത് ഇന്ത്യൻ കയറ്റുമതിക്കാരെയാണ്. ഏകദേശം 2000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിവിധ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. ഇറാൻ നൽകിയിരുന്ന സബ്സിഡി ഇല്ലാതായതോടെ അവിടുത്തെ വ്യാപാരികൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നഷ്ടപ്പെട്ടു. ഇത് ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ റൈസ് മില്ലർമാരെയും കർഷകരെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വിപണിയിൽ ബസ്മതി അരിയുടെ വില ഇതിനകം തന്നെ കിലോയ്ക്ക് 3 രൂപ മുതൽ 4 രൂപ വരെ കുറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം എന്നും സവിശേഷമായ ഒന്നായിരുന്നു. അമേരിക്കൻ ഉപരോധം കാരണം അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ഇറാനെ അനുവദിക്കാത്തതിനാൽ ബാർട്ടർ അഥവാ ഉൽപ്പന്നങ്ങൾക്ക് പകരം ഉൽപ്പന്നം എന്ന പഴയകാല രീതിയാണ് ഇരു രാജ്യങ്ങളും പിന്തുടർന്നിരുന്നത്. ഇന്ത്യ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുകയും അതിന് പകരമായി ഇന്ത്യയുടെ അക്കൗണ്ടിൽ രൂപയിൽ പണം നിക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. ഈ പണം ഉപയോഗിച്ച് ഇറാൻ ഇന്ത്യയിൽ നിന്ന് അരിയും തേയിലയും മരുന്നും വാങ്ങിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചതോടെ ഈ സംവിധാനം തകർന്നു. എണ്ണ വിൽക്കാൻ കഴിയാത്ത ഇറാൻ പട്ടിണിയിലാവുകയും പകരം ഇന്ത്യയിൽ നിന്ന് അരി വാങ്ങാൻ ആവശ്യമായ രൂപ അവരുടെ പക്കൽ ഇല്ലാതാവുകയും ചെയ്തു. ഒരു മികച്ച വ്യാപാര സൗഹൃദം ആഗോള രാഷ്ട്രീയത്തിൽ എങ്ങനെ തകർക്കപ്പെടുന്നു എന്നതിൻ്റെ നേർചിത്രമാണ് ഇത്. ഇന്ത്യയിലെ ബസ്മതി അരിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിപണിയാണ് ഇറാൻ. സൗദി അറേബ്യ കഴിഞ്ഞാൽ നമ്മുടെ സുഗന്ധവാഹിയായ അരിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇറാനിലാണ്. പ്രതിവർഷം 12 ലക്ഷം ടൺ അരിയാണ് നാം അങ്ങോട്ട് അയക്കുന്നത്. അതായത് ഇന്ത്യയുടെ ആകെ അരി കയറ്റുമതിയുടെ 20% ഇറാനിലേക്കാണ്. ഏകദേശം 12,000 കോടി രൂപയുടെ ഈ വ്യാപാര ശൃംഖലയിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ്. ജൂൺ പകുതിയോടെ ഇറാനിൽ വിളവെടുപ്പ് കാലം ആരംഭിക്കുന്നതിനാൽ അവർ വിദേശത്തു നിന്നുള്ള ഇറക്കുമതി താൽക്കാലികമായി നിർത്താറുണ്ട്. ഈ സമയത്തെ വിപണി ലക്ഷ്യമിട്ട് നേരത്തെ തന്നെ ചരക്കുകൾ സംഭരിച്ചു വെച്ച വ്യാപാരികളാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. സെപ്റ്റംബർ വരെ നീളുന്ന ഈ ഇടവേള ഇന്ത്യൻ അരിയുടെ ആഭ്യന്തര വിലയെയും ബാധിക്കാനിടയുണ്ട്. ഇറാനിലെ ആഭ്യന്തര സാഹചര്യം സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. കഴിഞ്ഞ 12 ദിവസമായി ഇറാൻ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി ഉയരുകയും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള പണം പോലും കണ്ടെത്താൻ പ്രയാസപ്പെടുകയും ചെയ്തതോടെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഇതിനകം 32 പേർ ഈ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രതിഷേധം കടുത്തതോടെ ആശയവിനിമയ സംവിധാനങ്ങളും ഇന്റർനെറ്റും സർക്കാർ വിച്ഛേദിച്ചു. ഇസ്രയേലുമായുള്ള യുദ്ധ സാഹചര്യവും അമേരിക്കയുടെ ഉപരോധവും ഇറാനെ സാമ്പത്തികമായി തകർത്തു കഴിഞ്ഞു. തങ്ങളുടെ പ്രശ്നങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് ഇറാൻ ഭരണകൂടം വാദിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി തുടരുകയാണ്. ഈ സാമ്പത്തിക യുദ്ധത്തിന് പിന്നിൽ രാഷ്ട്രീയമായ പല തന്ത്രങ്ങളുമുണ്ട്. വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലുകൾക്ക് സമാനമായ നീക്കങ്ങൾ ഇറാനിലും ഉണ്ടായേക്കുമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇറാനിലെ സമാധാന അന്തരീക്ഷം വീണ്ടും തകർക്കാൻ ഇടയാക്കും. ഇറാൻ നേരിടുന്ന ഈ തകർച്ച ഇന്ത്യയെപ്പോലെയുള്ള ഒരു വികസ്വര രാജ്യത്തിന് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. ഒരു രാജ്യം അതിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും അയൽ രാജ്യങ്ങളെയും ആഗോള വിപണിയെയും ആശ്രയിക്കുമ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ചെറിയ ചില ചലനങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു തന്ത്രപ്രധാനമായ പങ്കാളിയാണ്. ചബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാന്റെ തകർച്ച ഇന്ത്യയുടെ ഭൗമ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെയും ദോഷകരമായി ബാധിക്കും. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരേയൊരു കാര്യം പുതിയ വിപണികൾ കണ്ടെത്തുക എന്നതാണ്. ഇറാനിലേക്ക് പോകാനിരുന്ന 2000 കോടിയുടെ ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കോ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ തലത്തിൽ നടക്കേണ്ടതുണ്ട്. കൂടാതെ ഇറാനുമായുള്ള വ്യാപാരം തുടരുന്നതിന് പുതിയ പേയ്മെന്റ് ഗേറ്റ്വേകളോ കറൻസി സ്വാപ്പ് സംവിധാനങ്ങളോ കണ്ടെത്തേണ്ടതും അനിവാര്യമാണ്.
കർഷകർക്കും മില്ലുടമകൾക്കും ഈ വലിയ നഷ്ടം താങ്ങാൻ കഴിയില്ലെന്നതിനാൽ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളും ചേർന്ന് സൃഷ്ടിച്ച ഈ സങ്കീർണാവസ്ഥ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. സാമ്പത്തികമായി ഒരു രാജ്യം ഒറ്റപ്പെടുന്നത് അവിടുത്തെ ജനങ്ങളെ മാത്രമല്ല, ആ രാജ്യവുമായി ദശാബ്ദങ്ങളായി വ്യാപാരം നടത്തുന്ന മറ്റു രാഷ്ട്രങ്ങളെയും ബാധിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഇറാനിലെ ജനജീവിതം എന്ന് സാധാരണ നിലയിലാകുമെന്നോ ഇന്ത്യൻ അരിയുടെ കയറ്റുമതി എന്ന് പുനരാരംഭിക്കുമെന്നോ ഇപ്പോൾ പറയാനാവില്ല. എങ്കിലും ആഗോള വിപണിയിലെ ഈ അനിശ്ചിതത്വം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ തന്റെ വ്യാപാര നയങ്ങൾ കൂടുതൽ കരുതലോടെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.